ഹലോ എക്സാമിനെ ഫാമിലി 9ാം ക്ലാസ്സിലെ നല്ല മിടുക്കന്മാരും മിടുക്കികളായിട്ടുള്ള മക്കൾക്ക് വേണ്ടിയിട്ട് സാർ ഇന്ന് 5 ഷുവർ ക്വസ്റ്റ്യൻസ് ഏത് ചാപ്റ്ററിലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. എക്കണോമിക് സിസ്റ്റംസ് ആൻഡ് എക്കണോമിക് പോളിസീസ്. കഴിഞ്ഞ ക്ലാസ്സിൽ സാറ് ലൈവ് പോയിട്ടുള്ള ആ ഒരു വീഡിയോ ഉണ്ട്. ആ വീഡിയോ മക്കൾ നമ്മളെ യൂട്യൂബ് ചാനലിൽ പോയി കഴിഞ്ഞാൽ കാണും കേട്ടോ. ആ ചാപ്റ്ററിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5 ക്വസ്റ്റ്യൻ, 1 2 അല്ല 5 ക്വസ്റ്റ്യൻ സാർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ആ 5 ക്വസ്റ്റ്യൻ പഠിച്ചു കഴിഞ്ഞാൽ മക്കളെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പരീക്ഷയ്ക്ക് നല്ല മാർക്ക് മേടിക്കാം. ഏത് ചാപ്റ്ററിലെ ആ ഒരു എക്കണോമിക് സിസ്റ്റം ആൻഡ് എക്കണോമിക് പോളിസി എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ സമ്പദ് വ്യവസ്ഥകളും സാമ്പത്തിക നയങ്ങളും എന്ന ചാപ്റ്ററിലെ ഓക്കെ അല്ലേ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഈസ് ദ മെത്തേഡ് യൂസ് ടു സോൾവ് ദി ബേസിക് പ്രോബ്ലംസ് ഇൻ സോഷ്യലിസ്റ്റ് എക്കണോമി? എന്താണ് നമ്മുടെ എക്കണോമിക് പ്രോബ്ലംസ് ഉണ്ട് അല്ലേ? വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്, എന്തുണ്ടാക്കണം, എങ്ങനെ ഉണ്ടാക്കണം, ആർക്ക് വേണ്ടി ഉണ്ടാക്കണം എന്നുള്ള ബേസിക് എക്കണോമിക് പ്രോബ്ലംസ് എങ്ങനെയാണ് സോഷ്യലിസ്റ്റ് എക്കണോമിയിൽ. നമുക്ക് കുറെ എക്കണോമി ഉണ്ട്, സമ്പദ് വ്യവസ്ഥ ഉണ്ട് അല്ലേ, ക്യാപിറ്റലിസ്റ്റ് എക്കണോമി ഉണ്ട്, നമുക്ക് അതുപോലെ എന്തുണ്ട്, സോഷ്യലിസ്റ്റ് എക്കണോമി ഉണ്ട്, അതുപോലെ എന്തുണ്ട്, മിക്സഡ് എക്കണോമി ഉണ്ട്, മിശ്ര സമ്പദ് വ്യവസ്ഥയുണ്ട്. അങ്ങനെ 3 എക്കണോമിയിൽ സോഷ്യലിസ്റ്റ് എക്കണോമിയിൽ എങ്ങനെയാണ് ഈ ബേസിക് പ്രോബ്ലംസ് അവർ സോൾവ് ചെയ്യുന്നത്? നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ടുള്ള ആൻസർ ആണ് മക്കളെ. എന്താണ്? സെൻട്രലൈസ്ഡ് പ്ലാനിംഗ് ആണ്. എന്താണ്? സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള പ്ലാനിങ്ങിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, അവർ സോൾവ് ചെയ്യുന്നത്. സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള പ്ലാനിങ് അല്ലേ, പ്ലാനിങ് നോക്കിയേ, കേന്ദ്രീകൃതമായിട്ടുള്ള ആസൂത്രണത്തിലൂടെയാണ് എന്ത് സോഷ്യലിസ്റ്റ് എക്കണോമിയിൽ സോൾവ് ചെയ്യുന്നത്. ഇതുപോലുള്ള ബേസിക് ആയിട്ടുള്ള പ്രോബ്ലംസ് അവർ സോൾവ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ആ ഒരു പോയിന്റ് നിങ്ങൾ ഓർത്ത് വെക്കുക. എന്താണ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ മക്കൾ ചെയ്യാം, ആദ്യം എന്താണ് സോഷ്യലിസ്റ്റ് എക്കണോമി എന്ന് എഴുതുക. ആരെ കൺട്രോളിലുള്ളത്? ആ ഗവൺമെന്റിന്റെ കൺട്രോളിലുള്ളതാണ് സോഷ്യലിസ്റ്റ് എക്കണോമി. ഓക്കെ, അത് എഴുതി വെക്കുക, ഡെഫിനിഷൻ എഴുതി വെക്കുക. പിന്നെ ഈ ക്വസ്റ്റ്യൻ ആൻസറും കൂടെ എഴുതിയ അടിപൊളിയായിട്ട് മക്കൾക്ക് 3 മാർക്ക് അല്ലെങ്കിൽ 4 മാർക്ക് ഷുവർ ആണ് മക്കളെ. ഷുവർ ആയിട്ട് നിങ്ങൾക്ക് കിട്ടിയ എക്സാമിന്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? ഡിഫൈൻ LPG ആൻഡ് ഇറ്റ്സ് ഫീച്ചേഴ്സ്. എന്താണ്? LPGയും അതിന്റെ സവിശേഷതകൾ നിർവചിക്കുക. LPG എന്ന് പറഞ്ഞാൽ എന്താ? ഗ്യാസ് കുറ്റിയാണോ? LPG ഗ്യാസ് അതല്ല. എന്താണ്? നമുക്കറിയാം, ആ ചാപ്റ്റർ വ്യക്തമായിട്ട് പഠിച്ച മക്കൾക്കറിയാം എന്താണ് LPG. എന്താണ്? ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ അല്ലേ? എന്താ ലിബറലൈസേഷൻ? ആഗോളവൽക്കരണം അല്ലേ? ലിബറലൈസേഷൻ അതുപോലെ പ്രൈവറ്റൈസേഷൻ, അതുപോലെ എന്താ, ഗ്ലോബലൈസേഷൻ. 3 സാധനങ്ങളാണ് എന്താണ് LPG നമ്മൾ പറയുന്നത്. എക്സാമിന് നിങ്ങളോട് ചോദിക്കുകയാണ് 5 മാർക്കിന് ഇത് ചോദിച്ചാൽ മക്കൾ എന്ത് ചെയ്യും മക്കളെ? സിമ്പിൾ ആണ്. എന്താണ്? 3നെ ഡിഫൈൻ ചെയ്യുക. എന്താണ് ലിബറലൈസേഷൻ? ആഗോളവൽക്കരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബൗണ്ടറീസ് ഫ്രീ ആക്കുക. എല്ലാ രാജ്യത്തു നിന്നും സാധനങ്ങൾ ഇങ്ങനെ വരിക. എല്ലാ രാജ്യത്തേക്ക് നമുക്ക് പല ഫ്രാൻസിലുള്ള സാധനങ്ങൾ ഇന്ത്യയിൽ കിട്ടുക, ഇന്ത്യയിലുള്ള സാധനങ്ങൾ അമേരിക്കയിൽ കിട്ടുക. അങ്ങനെയാണ് നമ്മൾ എന്താ പറയുന്നത്? ലിബറലൈസേഷൻ. ബൗണ്ടറീസ് ഇല്ലാണ്ട്. പ്രൈവറ്റൈസേഷൻ എന്താ? സിമ്പിൾ ആണ്. പ്രൈവറ്റൈസ് ആക്കുക, ആളുകൾക്ക് സ്വകാര്യവൽക്കരിക്കുക. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഗവൺമെന്റിന്റെ കുറെ പ്രോപ്പർട്ടീസ് ഉണ്ടാവും, അതെന്താക്കി മാറ്റും? പ്രൈവറ്റ് സ്വകാര്യവൽക്കരിക്കപ്പെടും. സിമ്പിൾ ആണ്, വളരെ സിമ്പിൾ ആണ്. അതെന്താണെന്ന് ഡെഫിനിഷൻ എഴുതാം. മക്കൾ ആ ലൈവ് കണ്ടിട്ടുള്ളവർ ഉറപ്പായിട്ടും ഇതിന് ആൻസർ പറയും. ഉറപ്പാണ്, സാറിന് ഉറപ്പാണ്. നോക്കിയേ, ഗ്ലോബലൈസേഷൻ. എന്താ ഗ്ലോബലൈസേഷൻ? ആഗോളവൽക്കരണം. ഇത് രണ്ടെണ്ണം, ഈ ലിബറലൈസേഷനും പ്രൈവറ്റൈസേഷനും വന്ന സ്ഥിതിക്ക് ഇത് രണ്ടും കൂടെ എന്തിലേക്ക് നയിച്ചു? ഗ്ലോബലൈസേഷൻ, ആഗോളവൽക്കരണത്തിലേക്ക് നയിച്ചു. നമുക്കിപ്പോൾ ഇവിടെ കിടന്ന ഐഫോൺ ആയിക്കോട്ടെ, എന്ത് സാധനം ആയിക്കോട്ടെ, എന്താ കാരണം? എല്ലാ സാധനങ്ങളും നമുക്കിവിടെ അവൈലബിൾ ആവാൻ തുടങ്ങി അല്ലേ? ഗ്ലോബലൈസേഷന്റെ ഭാഗമായിട്ട് നമ്മൾ പോയിട്ട് വേറെ വിദേശ രാജ്യത്ത് പോയിട്ട് വർക്ക് ചെയ്യാനൊക്കെ തുടങ്ങിയില്ലേ? അടിപൊളി. അങ്ങനെയുള്ള സാധനത്തിനാണെന്ന് പറയുന്നത് ഗ്ലോബലൈസേഷൻ. ഓക്കെ അല്ലേ? ഡെഫിനിഷൻ 3ന്റെ എഴുതുക, അതിന്റെ ഫീച്ചേഴ്സ് എഴുതുക. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് 5 മാർക്ക് ഷുവർ എക്സാമിന്. ഓക്കെ, ഇത് ഷുവർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഷുവർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ എന്ത് ചെയ്യുക? സ്റ്റാറൊക്കെ ഇട്ട് പഠിക്കുക. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, മെയിൻ ആയിട്ട് നമുക്ക് ഇനി പഠിക്കാനുള്ള അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ മൾട്ടിനാഷണൽ കമ്പനീസ്. എന്താണ് MNCs എന്ന് പറയൂലേ? MNCs. എന്താണ് MNCs? മൾട്ടിനാഷണൽ കമ്പനീസ്. മൾട്ടിനാഷണൽ കമ്പനീസ് ബഹുരാഷ്ട്ര കമ്പനികൾ. ആ ബഹുരാഷ്ട്ര കമ്പനികളെ കുറിച്ച് എഴുതാൻ പറഞ്ഞാൽ മക്കൾ സിമ്പിൾ ആയിട്ട് എന്തെഴുതും? ഒന്നുമില്ല, അത് ഏറ്റവും വലിയതാണ്. നമുക്ക് അവർക്ക് സ്വന്തം രാജ്യത്ത്, ഇന്ത്യയിൽ ഒരു മൾട്ടിനാഷണൽ കമ്പനി ഉണ്ടെന്ന് വയ്ക്കാം, ഇന്ത്യയിലായിരിക്കും അതിന്റെ രജിസ്ട്രേഷൻ നടത്തിയിട്ടുണ്ടാവുക. പക്ഷെ ബാക്കിയുള്ള രാജ്യത്ത്, പുറം നാട്ടിലായിരിക്കും അവരെന്ത് ചെയ്യുക? വർക്ക് ചെയ്യുക. അവരുടെ മെയിൻ പ്രവർത്തനങ്ങൾ എവിടെ ഉണ്ടാവുക? പുറം രാജ്യങ്ങളിലായിരിക്കും, ഇന്ത്യക്ക് വെളിയിലുള്ള രാജ്യങ്ങളിലായിരിക്കും ഉണ്ടാവുക. സിമ്പിളായിട്ട് ചിന്തിച്ചു നോക്കുമ്പോൾ അമേരിക്കയിൽ ഒരു കമ്പനിയാണെന്ന് വിചാരിച്ചു, അമേരിക്കയിൽ രജിസ്റ്റർ ചെയ്ത കമ്പനി ഇന്ത്യയിൽ വന്ന് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. അവർക്ക് എന്തുണ്ട്? ഇവിടെ ഒരു ശാഖയുണ്ട്, ആപ്പിൾ ഫോൺ അല്ലേ? സിമ്പിളാണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. നോക്കിയേ, അതുപോലുള്ള MNCs അവർക്ക് എന്തുണ്ട്? അവർക്ക് വേറൊരു രാജ്യത്തെ പാവപ്പെട്ട ഒരു ചെറിയ കുഞ്ഞു രാജ്യങ്ങളിലെ വരെ GDP കൺട്രോൾ ചെയ്യാനുള്ള അത്രത്തോളം പവർ ആർക്കുണ്ട്? MNCs ഉണ്ട്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലേ? നോക്കിയേ, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് ചോദിക്കാനുള്ള എല്ലാ ചാൻസസും ഉണ്ട്. ഓക്കെ, ഇത് നന്നായിട്ട് പഠിക്കുക. അടുത്ത എന്താ മക്കളെ? അടുത്ത ക്വസ്റ്റ്യൻ എന്താ? 4ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് മാർക്കറ്റൈസേഷൻ? എന്താണ് മാർക്കറ്റൈസേഷൻ? കമ്പോളവൽക്കരണം. അതിനെക്കുറിച്ച് എഴുതാൻ പറഞ്ഞാൽ മക്കൾ എന്ത് ചെയ്യും? ഇതൊരു 4 മാർക്ക് അല്ലെങ്കിൽ 3 മാർക്ക് ഉറപ്പായിട്ട് കിട്ടുന്ന ചോദ്യമാണ്. എന്താണ് ഇത് എഴുതാൻ പറഞ്ഞാൽ? മാർക്കറ്റൈസേഷൻ ഒന്നുമില്ല മക്കളെ, എല്ലാ സാധനങ്ങളും നമുക്ക് അവൈലബിൾ ആവാൻ തുടങ്ങി. എല്ലാ സാധനങ്ങളും പണ്ട് ഗവൺമെന്റിന്റെ ആയിട്ട് മാത്രം കിട്ടിക്കൊണ്ടിരുന്ന സാധനങ്ങൾ വരെ ഇപ്പം എന്താ മാർക്കറ്റിൽ അവൈലബിൾ ആവാൻ തുടങ്ങി.
അല്ലേ? അതിനെയാണ് പറയുന്നത് കമ്പോളവൽക്കരണം എന്ന്, അതിനെയാണ് പറയുന്നത് മാർക്കറ്റൈസേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ പണ്ടൊക്കെ നമ്മൾ വിചാരിക്കും ഓക്കെ ഈ സാധനങ്ങൾ മാർക്കറ്റിൽ മാത്രം കിട്ടി, ഇപ്പൊ അരി പഞ്ചസാര ഒക്കെ മാർക്കറ്റിൽ മാത്രം കിട്ടിക്കൊണ്ടിരുന്ന കാലത്ത് നിന്ന് മാത്രം മാറിയിട്ട് എന്ത് ചെയ്തു, ഇപ്പൊ എന്ത് വാങ്ങാനും നമ്മൾ എന്ത് ചെയ്യണം, കമ്പോളത്തിൽ പോകണം. കമ്പോളവൽക്കരണം എന്ന് പറയില്ലേ, മാർക്കറ്റൈസേഷന്റെ മലയാളം എന്താ, കമ്പോളവൽക്കരണം. സിമ്പിളാണ്. നോക്കിയേ, ആധുനിക കാലത്ത് കമ്പോളവൽക്കരണത്തിന്റെ പ്രാധാന്യം എന്ത് നിങ്ങൾ എഴുതിക്കോ. അടിപൊളിയായിട്ട് മാർക്കറ്റൈസേഷൻ എന്താണെന്ന് സാറ് പഠിപ്പിച്ചത് അറിയുന്നവരൊക്കെ കിടിലുമായിട്ട് എന്ത് ചെയ്യും, ഒരു സെറ്റായിട്ട് എഴുതും അല്ലേ. അത് അത്രേ ഉള്ളൂ മക്കളെ. എന്താണ് ഈ മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടോ, മാർക്കറ്റൈസേഷൻ. എന്താണ് മാർക്കറ്റൈസേഷൻ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ കൃത്യമായിട്ട് ഇതിന് ആൻസർ ചെയ്യാൻ പറ്റും. പറ്റില്ലേ? പറ്റും, ഉറപ്പാണ്. നോക്കിയേ, അടുത്തൊരു ക്വസ്റ്റ്യൻ. ഇത് എനിക്ക് വേണ്ടിയിട്ടല്ല, മക്കൾക്ക് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്താ? അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഈസ് ഫോർ യു, നിങ്ങൾക്ക് വേണ്ടി ക്വസ്റ്റ്യൻ ആണ്. നോക്കി, എന്താണിത്? റൈറ്റ് ആൻ എക്സാമ്പിൾ ഓഫ് എ മിക്സ്ഡ് എക്കണോമി. മിശ്ര സമ്പത്ത് വ്യവസ്ഥയ്ക്കുള്ള ഒരു എക്സാമ്പിൾ. എന്താ മിക്സ്ഡ് സമ്പത്ത് വ്യവസ്ഥ? ഒന്നുമില്ല, ഒരു ജാറിലേക്ക് നമ്മൾ പ്രൈവറ്റ് ആയിട്ടുള്ള ആളുകളുടെ, അതായത് ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയുടെ സവിശേഷത, അതുപോലെ ഗവൺമെന്റ് അതായത് സോഷ്യലിസ്റ്റ് എക്കണോമിയുടെ സവിശേഷത കൂടെ മിക്സ് ആക്കിയിട്ടുള്ള ഒരു സാധനമാണ് എന്ത്, ഒരു സമ്പത്ത് വ്യവസ്ഥയാണ് എന്ത്, മിക്സ്ഡ് എക്കണോമി. എക്സാമ്പിൾ പറ മക്കളെ. എക്സാമ്പിൾ ഈ വീഡിയോയുടെ കമന്റിന് താഴെ മക്കൾ കിടിലുമായിട്ട് എഴുതുന്ന എനിക്കറിയാം. എഴുതി നിങ്ങൾ കമന്റ് ചെയ്യുക. നോക്കാം, സാറ് നോക്കും, സാർ റിപ്ലൈ തരും. നോക്കിയേ, അടിപൊളിയായിട്ട് നോക്കിയാൽ 5 മിനിറ്റിനുള്ളിൽ 5 ക്വസ്റ്റ്യൻ മക്കളെ കിടിലുമായിട്ട് എക്സാമിന് പഠിച്ച് നിങ്ങൾ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആക്കും. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? സെറ്റാണ് കേട്ടോ. അടിപൊളി.